കേരളത്തിൽ നിന്നുള്ള തൊഴിൽ ക്ഷാമം, സ്ഥലപരിമിതി, അതുപോലെ തന്നെ ഒട്ടേറെ സാങ്കേതികമായ തടസ്സങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പരിഹാരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇതിൽ ചുരുങ്ങിയ സ്ഥലത്ത് പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യവിഭവങ്ങളടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ കർഷകർക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വികസന ഏജൻസികളും ഒട്ടേറെ ആനുകൂല്യങ്ങളും പ്രോത്സാഹനവും സാങ്കേതിക പിൻബലവും നമ്മുടെ കർഷകർക്ക് നൽകി വരുന്നത്. ചേലക്കര കൃഷിഭവനിലെ കുട്ടാടൻ ക്ലസ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ക്ലസ്റ്ററിൽ ഒരു 75 ഹെക്ടർ സ്ഥലം ഇപ്പോൾ 621 പയർ ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ മഴ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കുമിളിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും മറ്റേ മൾച്ചിങ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗിസൈഡ് അടിയിൽ കൂടെ കൊടുത്തിട്ട് ഇതിനെ രക്ഷിക്കാൻ സാധിക്കുമോ, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒന്ന്. 2, കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിന് ഈ മൾച്ചിങ് കൊണ്ട് പ്രയോജനം കിട്ടും. പയറിൻ്റെ കാര്യം പറഞ്ഞു. പയറിന് പലതരം രോഗങ്ങളുണ്ട്. അതിൽ മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളാണെങ്കിൽ മൾച്ച് കൊണ്ട് ഒരു ഗുണം കിട്ടും. സാധാരണ അങ്ങനെ മണ്ണിൽ കൂടി പകരുന്ന രോഗാണുക്കൾക്ക്, പ്രത്യേകിച്ച് പയറിന് നമ്മൾ നടുമ്പോൾ തന്നെ ജൈവ കുമിൾനാശിനിയായ ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം മൾച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു കുമിൾനാശിനിയുടെ ആവശ്യം വരുന്നില്ല. ഇല്ലെങ്കിൽ തന്നെയും കുമിൾനാശിനി നമുക്ക് മണ്ണിലൊഴിച്ച് കൊടുക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം വാട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫിസേറിയം വാട്ടം കൊണ്ടായിരിക്കാം. അപ്പം നമുക്ക് കാർബൻഡാസിം എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡുണ്ട്, കുമിൾനാശിനിയുണ്ട്. അത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അതുപോലെ തന്നെ കരിമ്പൻകേടിന് ഇപ്പം നമ്മൾ വിളവെടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമിക് ഫംഗിസൈഡ് കാർബൻഡാസിം ഒന്നും തന്നെ ശുപാർശ ചെയ്യണില്ല. അപ്പം നമുക്ക് മാൻകോസബ് എന്ന് പറയുന്ന കുമിൾനാശിനി തളിച്ചു കൊടുക്കാവുന്നതാണ്. കുരുമുളകിന് കണിശമായിട്ടും കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫൈറ്റോപ്തോറ എന്ന കുമിൾ മൂലമാണ്. അത് മണ്ണിൽ നിന്ന് തെറിച്ച് ഇലകളിൽ വീഴുമ്പോഴാണ് ഈ രോഗം ഈ ഇലകളിൽ വരുന്നത്. അപ്പം മൾച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കളെ മഴയിൽ തെറിച്ച് ഇലകളിൽ വീഴാതിരിക്കാൻ വളരെയധികം സഹായിക്കും. നമ്മൾ അല്ലാതെ തന്നെയും പറയുന്നുണ്ട്, ഇതിൻ്റെ തടത്തിൽ നമ്മൾ മൾച്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യം. അല്ലാതെ തന്നെ പുല്ലുകളൊക്കെ ഇട്ടും ഈ രോഗാണു മഴക്കാലത്ത് മഴവെള്ളത്തിൽ തെറിച്ച് ഇലകളിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ശുപാർശ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഉപകാരം ചെയ്യും. കാലാകാലങ്ങളിൽ ഗവൺമെൻറ് ഇറക്കുന്ന ഉത്തരവുകൾ, സബ്സിഡി ആയാലും പദ്ധതികളായാലും നേരിട്ട് കർഷകരിലേക്ക് എത്തുന്നില്ല. 12-13 കാലയളവിൽ അനുവദിച്ച സബ്സിഡി ഇപ്പോഴും മേടിക്കാത്ത കർഷകരുണ്ട്. എന്തുകൊണ്ട്? അതിനെന്താണ് പരിഹാരം? പോളി ഹൗസിൻ്റേത് ശരിക്കും നമ്മൾ കൃഷിഭവനുകളിൽ, നമ്മൾ ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് നമ്മൾ ജിയോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പം പണ്ടത്തെ പോലെയല്ല, തപാലിലൊന്നും അയക്കുകയില്ല. നമ്മൾ അപ്പം തന്നെ ജിയോ മെയിൽ ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലും കൃഷിഭവനിലേക്കും നമ്മൾ എത്തിക്കുന്നുണ്ട്. കൃഷിഭവനുകളിൽ നിന്ന് ശരിക്കും അത് നമ്മൾ ഇപ്പം ആത്മ പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ അന്തിക്കാട് തന്നെ ഒരു ഓർഗനൈസേഷനാണ്. അവിടേക്ക് എത്തിക്കാനുള്ള അവിടേക്കുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി അത് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ ഇനി അത് എത്താനുള്ള സാഹചര്യം നമ്മൾ ഉടനെ തന്നെ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നതാണ്. ആത്മ വഴിയായിട്ട് നിങ്ങളുടെ, പ്രത്യേകിച്ച് നിങ്ങൾ അന്തിക്കാട് ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, അവിടേക്ക് നമ്മൾ ജിയോയുടെ കോപ്പി തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അവിടെ എത്തിക്കാനുള്ള സാഹചര്യം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്നതാണ്. ഈ പ്രിസിഷൻ ഫാമിങ്ങിന്, പ്രത്യേകിച്ച് പോളി ഹൗസ് ഫാമിങ്ങിന് ഒത്തിരി ചിലവുണ്ട്. അതിന് കടമായിട്ടും അതുപോലെ സബ്സിഡി ആയിട്ടും ഗവൺമെൻറ് ഒത്തിരി സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ പോളി ഹൗസ് കൃഷിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കർഷകൻ കടക്കണിയിൽ പെടുമോ, ബുദ്ധിമുട്ടാകുമോ? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോളി ഹൗസ് എന്ന് പറയുന്നത് പരിമിതമായ സ്ഥലത്തു നിന്ന് കൂടുതൽ ഉൽപ്പാദനം സാധിക്കണമെങ്കിൽ ഇതൊരു പോംവഴിയാണ്. ഉദാഹരണത്തിന് പല വിളകളും ഇപ്പോൾ ഈ സമയത്ത്, ഇപ്പോൾ ഈ കോരിച്ചെരിയുന്ന മഴയെക്കുറിച്ച്, പയറിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് പോളി ഹൗസിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഈ ഇദ്ദേഹം സൂചിപ്പിച്ച പല പ്രശ്നങ്ങളും ഇല്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പോളി ഹൗസിൽ ക്യാപ്സിക്കം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് പുറത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഈ സമയത്ത്. അപ്പോൾ നമുക്ക് ചില സീസണുകളിൽ,
പുറത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത സീസണുകളിൽ കൃഷി ചെയ്യാനോ, അതുപോലെ തന്നെ പരിമിതമായ സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലത്ത് നിന്ന് ആണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 3 ടൺ കുക്കുംബർ 80 ദിവസം കൊണ്ട് വിളവെടുക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് കൃഷി ചെയ്തിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുള്ള കർഷകർക്ക് തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ്. അല്ല, പുറത്ത് ധാരാളം സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി വിളകൾക്ക് നമുക്ക് കുറച്ച് പരിമിതിയുണ്ട്, എല്ലാ വിളകളും ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വിശാലമായ സ്ഥലമുണ്ട്, പുറത്ത് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യാം. ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല. ഇതൊരിക്കലും ഒരു ഇതല്ല. അപ്പോൾ എല്ലാ കർഷകരും ഇതിലേക്ക് മാറണമെന്ന് കൃഷി വകുപ്പും സർവകലാശാലയും ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ല. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിധത്തിലാണ്. ഒന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യാം, വേറൊന്ന് കമേഴ്സ്യൽ സ്കെയിലിൽ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. ഒരു കാരണവശാലും കമേഴ്സ്യൽ സ്കെയിൽ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് വളരെയധികം അറ്റ്ലീസ്റ്റ് ഒരു 2-3 ട്രെയിനിങ് എങ്കിലും അറ്റൻഡ് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി മാത്രം ആ ഫീൽഡിലോട്ട് വരാൻ ശ്രമിക്കണം. അതുമാതിരി തന്നെ ഹൈടെക് കൾട്ടിവേഷനിൽ നമ്മൾ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ആദ്യം ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തതിന് ശേഷം ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫിനാൻഷ്യലായിട്ടായാലും നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്ന വിധത്തിലായാലും. എന്താ വെച്ചാൽ നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന് 75% സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ 75% സബ്സിഡിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പൈപ്പ് ലൈൻ, അതുമാതിരി തന്നെ ഫിൽറ്ററുകൾ, അതിനെല്ലാം കോസ്റ്റ് നമുക്ക് അതിൽ മീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പൈപ്പ് ലൈൻ ഗ്രീൻ ഹൗസിനടുത്ത് വരെ എത്തുകയാണെങ്കിൽ ആ ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ പണിയാനുള്ള പൈസയുടെ സബ്സിഡി നമുക്ക് 75% ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി എക്കണോമിക്കലായിട്ട് നടത്താനായിട്ട് പറ്റും. കമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആവുകയും പിന്നെ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇവിടെ ഈ പോളി ഹൗസ് കൃഷി രീതിയിൽ സോളിഡ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, ഞാൻ 1-2 പോളി ഹൗസുകൾ കാണാൻ പോയ സമയത്ത് അതിനകത്ത് കയറാനായിട്ട് അവർ അനുവദിച്ചില്ല, മരുന്ന് അടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ നമുക്ക് പോളി ഹൗസിനകത്തോ അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിങ്ങിലോ ജൈവ കീടനാശിനികളോ ജൈവ വളങ്ങളോ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. കൃത്യത കൃഷിയുടെ അടിസ്ഥാനം തന്നെ മിനിമം വളം, മിനിമം ജലം, മിനിമം രോഗകീട നിയന്ത്രണ രാസപദാർത്ഥങ്ങൾ എന്നാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങൾ കൃത്യതയോടെ വേണ്ട സമയത്ത് വിനിയോഗിക്കുക എന്നാണ്. ആ അടിസ്ഥാന തത്വം ഈ പോളിഹൗസ് ഫാമിങ്ങിനകത്തും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമിതമായിട്ടുള്ള രാസപ്രയോഗത്തിലൂടെയുള്ള ഒരു വിപത്ത് പോളിഹൗസ് ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു അപകടം ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. ഞങ്ങൾ മലയോര കർഷകരാണ്. ഇത് കൃത്യത കൃഷി ഞങ്ങളിങ്ങനെ 11 മാസത്തേക്കൊക്കെ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യണത്. അപ്പോൾ കൃത്യത കൃഷിയുടെ ഈ പൈപ്പും മറ്റ് ഇതൊക്കെ ഞങ്ങളിങ്ങനെ പാട്ടത്തിനെടുത്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടുത്ത 11 മാസത്തേക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കൃത്യത കൃഷി ചെയ്യാൻ ഞങ്ങൾ ഒത്തിരി ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്ന മലയോര കർഷകരാണ് ഞങ്ങളുടെ നടത്തറ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ ഒത്തിരി പ്രദേശത്തുണ്ടല്ലോ, അവർക്കുള്ളൊരു നിർദ്ദേശം പറഞ്ഞു തന്നാൽ ഉപകാരം. ഇതേമാതിരി തന്നെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കൃത്യത കൃഷി ചെയ്യുന്ന നിരവധി ആളുകൾ ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ ഇതിൻ്റെ മെയിൻ ലൈനൊക്കെ അടിക്കൂടെ ഇടാൻ പറയും, അവർ എല്ലാം മുകളിൽ ഇടുന്നത്. അതിനൊരു പ്രശ്നമുണ്ട്, വെയിലടിച്ച് കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ചിലപ്പോൾ പൈപ്പ് അത്രയും ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല, ഇപ്പോൾ ഈ PVC പൈപ്പ്. പക്ഷേ നമുക്ക് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വളരെ കുറവ് മാത്രം പൈപ്പിൽ നഷ്ടം വരുള്ളൂ. നിങ്ങളൊരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. മാറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. മാളയിൽ ചെയ്യുന്ന കർഷക സുഹൃത്തുക്കൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പോളി ഹൗസിൽ ചില വിളകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ റെയിൻ ഷെൽട്ടർ അഥവാ മഴമറ അത് കൂടുതൽ അഭികാമ്യമാണ് എന്നുള്ള ഒരു വിവരം കിട്ടുകയും ഞങ്ങൾ വന്ന് കുറേ പേര് അത് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ വിവരിച്ചാൽ ഈ നേരത്തെയൊക്കെ പറഞ്ഞ ഒരു സംശയത്തിന് നിവാരണമാവുമെന്ന് വിചാരിക്കുന്നു. റെയിൻ ഷെൽട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് മുകളിൽ റെയിനിന് ഒരു ഷെൽട്ടറായിട്ട് കൊടുക്കുന്നു. അതേമാതിരി തന്നെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും.
വിൻഡിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാലും നമുക്ക് ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ അത്രയ്ക്ക് തന്നെ കിട്ടില്ല. അതുകൊണ്ട് വളരെ കമേഴ്സ്യൽ സ്കെയിലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് റെയിൻ ഷെൽട്ടർ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം വീട്ടിലെ ആവശ്യത്തിന് ചെറിയ രീതിയിലൊക്കെ ചെയ്യണം. മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യണം, ഒരു ടെമ്പററി മാതിരി ആയിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ റെയിൻ ഷെൽട്ടർ കുഴപ്പമില്ല, നല്ലതാണ്. ട്രിപ്പ് ഇട്ട് നനയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞു. മാളയിൽ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. മാള പാടശേഖരമാണ്, ഞങ്ങളുടെ മലയോര പ്രദേശമാണ്. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ വ്യത്യാസം. പിന്നെ വാഴയിൽ ഈ വർഷം വാഴയിൽ കണ്ടുവന്ന വേനൽക്കാലത്ത് നമ്മൾ മീലിബഗിൻ്റെ ആന്ന് പറഞ്ഞ് നിന്നു. അത് ഇതുവരെയും ആ വാഴയുടെ ഇലയിൽ നിന്ന് ആ വെള്ളപ്പൂപ്പലും ആ പ്രാണികളും പോയി തീർന്നിട്ടില്ല. അതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരണം സാറ്. വെള്ളപ്പൂപ്പ് പോലെ രോമങ്ങളോടുകൂടി കാണുകയാണെങ്കിൽ സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മുടെ എല്ലാ വിളകളിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. മീലി മൂട്ടകളാണ് നമുക്ക് നമ്മുടെ പപ്പയിൽ വന്നിരുന്ന ശ്രദ്ധിച്ചാണല്ലോ, പപ്പയിൽ വന്നത്. അപ്പോൾ ഇതിന് പൊതുവേ നമ്മൾ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അനുവർത്തിക്കാവുന്നതായി ഏറ്റവും ഉപയോഗപ്രദവും ക്ഷമവുമായിട്ടുള്ള ഒരു ജീവാണുവാണ് നമ്മൾ മെറ്റാറൈസ്യം എന്ന് പറയുന്ന ആ ഒരു ജൈവ കുമിൾ നാശിനി. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ച് നോക്കിയിരുന്നു? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെറ്റാറൈസ്യം എന്ന് പറയുന്ന ജൈവ കുമിള് അവൈലബിളാണ്. ഇത് ഫലപ്രദമായിട്ട് ഇവയെ നിർവീര്യമാക്കുന്നുണ്ട്. അത് ഇലകളുടെ അടിയിൽ തളിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് പൊടി രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ലഭ്യമാണ്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും വിൽപ്പനയ്ക്കുണ്ട്, പ്രൈവറ്റ് കമ്പനികളും കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിന് നമ്മൾ 15 ഗ്രാം എന്ന തോതിൽ ഇത് തയ്യാറാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അല്പം സോപ്പും കൂടെ ചേർക്കണം. ഒരു 5 ഗ്രാം വീതം സോപ്പ് ലായനിയോ നമ്മുടെ ഷാമ്പുവോ അതുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തെളി മാത്രം എടുത്ത് ഇലകളുടെ അടിഭാഗത്ത് തുടർച്ചയായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രായോഗികമായിട്ടുള്ള നിയന്ത്രണം കിട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വേറൊരു ഇൻസെക്റ്റും കയറി വരുന്നത് കൊണ്ട് നമ്മൾ വെർട്ടിസിലിയം എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയും അത് കൊടുക്കാറുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജൈവികമായിട്ട് തന്നെ ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ വളരെ എളുപ്പമാണ്. അല്പം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ അടിവലകളുണ്ടെങ്കിൽ കയ്യോടെ അത് വെട്ടി മാറ്റി നശിപ്പിച്ചിരിക്കണം. അവിടെ വെട്ടി ഇടരുതെന്ന കാര്യം പ്രത്യേകം ഓർക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. പോളി ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു അടച്ചിട്ട ഒരു രൂപത്തിലാണല്ലോ അതിൻ്റെ ഒരു മാതൃക വരിക. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഉള്ളൊരു സ്ഥിതി വ്യത്യസ്തമായി വായു പടലങ്ങളെല്ലാം പടർന്നു പിടിക്കും. അപ്പോൾ നമ്മൾ ഈ അടച്ചിട്ടതിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ജൈവം കൂടുതൽ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ചേർക്കണമെന്നല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം ചേർക്കേണ്ടി വരും ഈ രാസകീടനാശിനി. അങ്ങനെ നമ്മൾ നിരന്തരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രവേശിക്കുമ്പോൾ നമുക്കത് ജോലി ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ എന്ന് എൻ്റെ സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പോളി ഹൗസിനെ തന്നെ നമ്മൾ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള പോളി ഹൗസ് എന്നാണ് പറയുന്നത്, നാച്ചുറലി വെന്റിലേറ്റഡ്. ഇതിന്റെ 4 വശവും കീടവലകളാണ്, നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും അത് പൂർണ്ണമായും അടച്ചു കൂട്ടിയിട്ടുള്ള ഒരു കൃഷി രീതിയല്ല, ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ് അല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വായു സഞ്ചാരമുള്ള അതിന്റെ ദിശ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിദത്ത വായു സഞ്ചാരം ശരിയായ രീതിയിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കൃത്യമായ അനുപാതത്തിൽ വേണ്ടത് വേണ്ടത്ര വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ കൃത്യത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അമിതമായിട്ടുള്ള ഒരു രാസപ്രയോഗം കൃത്യത കൃഷി, അത് തുറന്ന കൃഷിയിടത്തിലാണെങ്കിലും പോളി ഹൗസിനകത്താണെങ്കിലും അങ്ങനെ ഉണ്ടാവുന്ന സംജാതമാകുന്ന ഒരു അവസ്ഥ നമ്മൾ അവിടെ സൃഷ്ടിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അമിതമായ രാസവള പ്രയോഗം അല്ലെങ്കിൽ കീടനാശിനിയുടെ പ്രയോഗം എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല കൃത്യത കൃഷിയിൽ. രണ്ടാമതായിക്കൊണ്ട് അഥവാ എന്തെങ്കിലും ചെറിയ അംശങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അത് ഈ വായു സഞ്ചാരത്തിലൂടെ പോകും. അതുകൊണ്ട് ഒരിക്കലും ഇന്നുവരെ അങ്ങനെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിനകത്ത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള പോളി ഹൗസിനകത്ത് അതിനകത്ത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തെല്ലാം തരത്തിലുള്ള കൃഷി രീതികൾ നെൽകൃഷിയിൽ നമുക്ക് സാങ്കേതികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അറിയുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നത് സാധാരണ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിലേക്ക് കൂടി നെൽകൃഷി ചെയ്യാൻ സാധിക്കുമോ? ഉത്തരം ചെയ്യാം. ചെയ്യുന്ന ഗ്രൂപ്പുകൾ ആന്ധ്രാപ്രദേശിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നെറ്റ് ഫാമൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഡ്രിപ്പ് ഇട്ടുകൊണ്ട് തന്നെ നെൽകൃഷി ചെയ്യാൻ സാധിക്കും, നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയൊക്കെ വെള്ളം ഇവിടെ ഉള്ളപ്പോൾ നമ്മളതിന് പോകണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളമില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ പ്രിസിഷൻ ഫാമിങ്ങിലേക്ക് കൂടി നെൽകൃഷിയും സാധ്യമാണ്. അതാണ് ഉത്തരം. സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ നിയമസഭയിൽ അവതരിപ്പിച്ച സമഗ്ര കാർഷിക നയത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇത്രയും പ്രധാനം നെൽകൃഷി മേഖല എത്ര ടെക്നോളജി വന്നിട്ട് പോലും ആ കൃഷി ലാഭകരമല്ലാത്തൊരു അവസ്ഥയാണെന്ന് വെച്ചാൽ നെൽകൃഷി കൊല്ലത്തിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ 1,97,000 ഹെക്ടറിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതിന് ഫലപ്രദമായി നേരിടാൻ ആവശ്യമായ നിർദ്ദേശം അടങ്ങിയതാണ് സമഗ്ര കാർഷിക നയം. അത് നിയമസഭയിൽ പാസ്സാക്കി. അതിൻ്റെ ഡയറക്ടർ പി ബാലചന്ദ്രനാണ്. അപ്പോൾ അതിൽ അവകാശ ലാഭം എന്ന് പറഞ്ഞ ആ സിസ്റ്റം നടപ്പിലാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നെൽകൃഷി മേഖല വീണ്ടും സജീവമായി വരും.
അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പാസ്സാക്കാൻ കാർഷിക സർവകലാശാല ഇതൊക്കെ ഒന്നും കൂടി റെക്കമെൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അവകാശ ലാഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി കൃത്യമായിട്ട് പറയാം. ഒരു പ്രൊഡ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ ഒരു പ്രൊഡ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിപ്പം നെല്ലാകാം, നെല്ലായി ഇപ്പം ബസ്മതി നെല്ലാകാം, എന്താ അവസാനം അത് മാർക്കറ്റിൽ വളരെ ഭംഗിയിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിലെത്തിച്ച് അതിന് നല്ലൊരു വില കിട്ടുന്നു. അതേപോലെ തന്നെ ഇപ്പം മാങ്ങ ഉണ്ടാക്കി, മാങ്ങ അത് പിന്നെ നല്ലൊരു ഡ്രിങ്കായിട്ട് വളരെ നല്ല പാക്ക് ചെയ്ത് വളരെ ഭംഗി മാംഗോ ജ്യൂസാക്കി മാർക്കറ്റിലെത്തിക്കുന്നു. അതിൻ്റെ ഒരു വിലയുണ്ട്. തേയില, ഇപ്പോൾ തേയില ഇപ്പം ഇല എടുത്ത് നുള്ളി വിൽറ്റ് അവസാനം തേയിലപ്പൊടിയായിട്ട് കിട്ടുമ്പോഴുള്ള മാർജിൻ വ്യത്യാസം ഭയങ്കരമാണ്. അപ്പം ഇനീഷ്യൽ പ്രൊഡ്യൂസും ഫൈനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള വിലയിൽ അന്തരം വളരെ വലുതാണ്. അപ്പം ഞങ്ങൾ ഇതിലെ കമ്മീഷൻ റെക്കമെൻഡേഷൻ ആ ഫൈനൽ പ്രൊഡ്യൂസിന് എന്ത് വില ലഭിക്കുന്നു ആ വിലയുടെ ലാഭവിഹിതത്തിൻ്റെ 1% കൃഷിക്കാരന് കൊടുക്കണം എന്നതാണ് റെക്കമെൻഡേഷൻ. അവകാശ ലാഭം അത് അങ്ങനെ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകന് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ അവകാശ ലാഭം. എനിക്കറിയാനുള്ള 1 ഏക്കർ നിലത്തിന് രാസവളങ്ങളുടെ അളവ് വിഷാംശം തന്നെയാണ്, കൃത്യമായ അളവിൽ ചേർക്കണം. അത് ജൈവവളം മാത്രം ചെയ്താൽ വിജയിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ഐഡിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തീർച്ചയായിട്ടും ജൈവകൃഷി തന്നെയാണ് നമ്മൾ സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്തിൻ്റെ നയം തന്നെ ജൈവകൃഷി നയമാണ്. 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഒരു ജൈവകൃഷി നയത്തിലേക്ക്, ജൈവകൃഷി സമ്പ്രദായത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പോളിസി. പക്ഷേ തുടക്കം എന്ന നിലയിൽ പെട്ടെന്ന് ഒരുപക്ഷെ ജൈവകൃഷിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നത് മിശ്രിതമാണ്, ജൈവവും രാസവളവും ചേർന്നുകൊണ്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സംയോജിത വളപ്രയോഗമാണ് പറയുന്നത്. പക്ഷെ സ്ലോലി ജൈവത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് രാസവള അളവ് കുറച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ജൈവകൃഷി സമ്പ്രദായം സാധ്യമാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൈതച്ചക്ക കൃഷിയിൽ ഏകദിന ദേശീയ ശില്പശാല മണ്ണുത്തിയിൽ. കുളമ്പ് രോഗ നിർമ്മാർജ്ജന പദ്ധതി ഓഗസ്റ്റ് 27 വരെ. വിശദമായ വാർത്തകളിലേക്ക്. കേരള പൈനാപ്പിൾ മിഷൻ, കൃഷിവകുപ്പ്, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൈതച്ചക്ക കൃഷിയിൽ ഏകദിന ദേശീയ ശില്പശാല ഓഗസ്റ്റ് 25-ന് മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൈതച്ചക്ക കൃഷി പരിപാലനം, സസ്യ സംരക്ഷണം, വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൈതച്ചക്ക കർഷകർ, തുടക്കക്കാരായ കർഷകർ എന്നിവർക്ക് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള കർഷകർ മുൻകൂട്ടി പേ രജിസ്റ്റർ ചെയ്യണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് 19-ന് മുമ്പ് ലഭിക്കത്തക്ക രീതിയിൽ അയക്കണം. അപേക്ഷാ ഫോറം ഇനി പറയുന്ന വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്: www.kau.edu.training, keralaagriculture.gov.in, www.fibkerala.gov.in, www.karshikakerala.gov.in. വിലാസം: സുനിൽ കുമാർ AM, സ്പെഷ്യൽ ഓഫീസർ, കേരള പൈനാപ്പിൾ മിഷൻ, മൂവാറ്റുപുഴ, നടുക്കര, ആവോലി. പിൻ നമ്പർ 686670.
ഓൺലൈനായി അപേക്ഷകൾ അയക്കേണ്ട വിലാസം pineapplemission.kpm@gmail.com. റബ്ബർ തോട്ടങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ വിവരശേഖരണം സാധ്യമാക്കുന്നതിന് ഉപഗ്രഹ മാപ്പിംഗ് പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് റബ്ബർ ബോർഡ് ചെയർപേഴ്സൺ ഷീല തോമസ് പറഞ്ഞു. ഇത്തരത്തിൽ വിവരശേഖരണ പ്രക്രിയ എളുപ്പമാക്കുന്നത് ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും ഒരുപോലെ സഹായകരമാകുമെന്നും ചെയർമാൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ റബ്ബർ തോട്ടങ്ങളുടെ സർട്ടിഫിക്കേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷീല തോമസ്. കർഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതി റബ്ബർ സംബന്ധിയായ സ്ഥിതിവിവര കണക്കുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു. കർഷകർ ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും തോട്ടങ്ങളുടെ സർട്ടിഫിക്കേഷൻ നടപ്പാക്കുക. 20 വർഷത്തെ കാലാവധിയുള്ള സർട്ടിഫിക്കേഷൻ വീണ്ടും പുതുക്കാവുന്നതാണെന്നും യോഗത്തിൽ സംസാരിച്ച റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ തോമസ് ജെ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ KC ജോസ്, മുൻ MLA ജോർജ് മാത്യു, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KS ബാബു, ട്രൈബൽ പ്രോജക്ട് ഓഫീസർ ഇൻചാർജ് C വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. പയർച്ചെടിയിൽ വ്യാപകമായി കാണുന്ന ഒരു കുമിൾ രോഗമാണ് കരിവള്ളി രോഗം. വള്ളി പഴുത്തു പോകുകയും ഇലകളിലെ പൊട്ടുരോഗം കൂടിച്ചേർന്ന് തണ്ടിലും കായ്കളിലും കറുത്ത പാടുകൾ ഉണ്ടാവുകയും ചെയ്യും. കോളിറ്റോട്രിക്കം എന്ന കുമിളാണ് ഈ രോഗം പരത്തുന്നത്. കരിവള്ളി രോഗത്തെ നിയന്ത്രിക്കേണ്ട മാർഗങ്ങൾ: രോഗം ബാധിച്ച ഇലകൾ പറിച്ചു നശിപ്പിക്കുക. കാർബൻഡാസിയം എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത ലായനിയിൽ പയർവിത്ത് 8 മുതൽ 10 മണിക്കൂർ വരെ മുക്കിവെച്ച ശേഷം നടുക. 1 മില്ലി പ്രൊപ്പിക്കണോസോൾ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ 1% ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുക. സംസ്ഥാനത്തെ കാലികളെ കുളമ്പുരോഗ വിമുക്തമാക്കുന്നതിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കുളമ്പുരോഗ നിർമ്മാർജ്ജന പദ്ധതി ഈ മാസം 27-ാം തീയതി വരെ തുടരും. എരുമ, പശു, പോത്ത്, പന്നി എന്നീ വളർത്തുമൃഗങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കും. ഇതിനായി 1920 സ്ക്വാഡുകൾ കേരളത്തിലുടനീളം രൂപീകരിച്ചിട്ടുണ്ട്. കർഷകർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ തനത് കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ചിങ്ങം 1 സംഘടിപ്പിക്കുന്നു. കർഷക ദിനാചരണത്തിലും മേളയിലും പങ്കെടുക്കുന്ന കർഷകർക്ക് മാവ്, പേര, ചെറി, റംബ്യൂട്ടാൻ, കരിവേപ്പ് എന്നിവയുടെ തൈകളും ജൈവവളം, പച്ചക്കറി വിത്തുകൾ എന്നിവയടങ്ങിയ കിറ്റുകളും സൗജന്യമായി വിതരണം ചെയ്യും. കൂടാതെ വീട്ടുവളപ്പിലെ മത്സ്യകൃഷി എന്ന വിഷയത്തിൽ സെമിനാറും ജൈവ കീടനാശിനികൾ, പുഷ്പകൃഷി, വാഴ ഇനങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും മേളയിലുണ്ടായിരിക്കും. മൃഗസംരക്ഷണ മേഖലയിൽ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ട സംരംഭക പരിശീലന പരിപാടി ഓഗസ്റ്റ് 21 മുതൽ 23 വരെ പേരൂർക്കട വെറ്റിനറി കൗൺസിൽ ഹാളിൽ നടത്തുന്നു. ഈ സൗജന്യ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 16-ന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 0471 2326 മറ്റൊരു നമ്പർ 9442 98 ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 16,700 രൂപ, കോഴിക്കോട് 17,900 രൂപ, തൃശൂർ 16,900 രൂപ, കൊപ്ര കൊച്ചി 11,700 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 11,280 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 71,600 രൂപ, ഗാബിൾഡ് 74,600 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ, അടയ്ക്ക പുതിയത് 25,000 രൂപ മുതൽ 26,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,600 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,600 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ.
വെളിച്ചെണ്ണ കിൻഡലിന് 16,700 രൂപ, കൊപ്ര 11,700 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 71,400 രൂപ, ഗാബിൾഡ് 74,600 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 25,000 രൂപ മുതൽ 26,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 270 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 480 രൂപ വരെ, ജാതിപത്രി 700 രൂപ മുതൽ 750 രൂപ വരെ, ഗ്രാമ്പു 900 രൂപ മുതൽ 1,020 രൂപ വരെ, റബ്ബർ RSS 5 ഗ്രേഡ് 12,600 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ, ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് 3 ആഴ്ചയിൽ റെക്കോർഡ് നിലനിർത്തിയ ശേഷം 400 രൂപ കുറഞ്ഞാണ് ഇടപാടുകൾ ആരംഭിച്ചത്. രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടത് ശ്രീലങ്കൻ കുരുമുളക് ഇറക്കുമതിക്ക് കാരണമായി. അതേസമയം ഹൈറേഞ്ച് കൂർഗ് കുരുമുളകിന്റെ ലഭ്യത കുറവാണ്. വിദേശ രാജ്യങ്ങൾ മലബാർ ചരക്കിൽ താൽപ്പര്യം കാണിച്ചില്ല. റെക്കോർഡ് വിലയിലാണ് ദക്ഷിണേന്ത്യയിൽ വെളിച്ചെണ്ണ. രൂക്ഷമായ കൊപ്രാക്ഷാമം വിലക്കയറ്റം ശക്തമാക്കി. കൊച്ചിയിൽ എണ്ണവില 11,700 രൂപയായി ഉയർന്നു. മുംബൈയിൽ പാം ഓയിൽ, സൂര്യകാന്തി, സോയ, നിലക്കടല എണ്ണ തുടങ്ങിയവയുടെ നിരക്ക് കുറഞ്ഞു. ഏലക്ക വരവ് ചുരുങ്ങിയത് കണ്ട് ഇടപാടുകാർ കുമളി ലേലത്തിൽ പിടിമുറുക്കി. മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 959 രൂപയിലും ശരാശരി ഇനങ്ങൾ 802 രൂപയിലുമാണ്. അതേസമയം ഏലക്ക അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ ഇന്ന് ലാഭമെടുപ്പ് നടത്തി. റബ്ബറിന്റെ വില കർഷകരെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി. വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതുമൂലം 4ാം ഗ്രേഡിന് 200 രൂപ ഇടിഞ്ഞ് 13,000 രൂപയായി. 5ാം ഗ്രേഡ് കിലോ 126-ലും ഒട്ടുപാൽ 84 രൂപയിലും കൈമാറി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9. കോഴിക്കോട് 27.8, 24.3. കൊച്ചി 28.8, 24. ആലപ്പുഴ 28, 22.6. പുനലൂർ 31.5, 21. തിരുവനന്തപുരം 31.1, 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. സുഗന്ധത്തിന്റെ ചാമരം വീശി, സ്വാദിന്റെ അലകൾ ഉയർത്തി, പുരോഗതിയുടെ പാതയൊരുക്കി, പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി, നാടാകെ പച്ചപ്പ് ചാർത്തി, വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി, പൂന്തേൻ മാധുര്യം പരത്തി, തിരകൾ ഉയർത്തി. NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദഹാസം. അല്ലേ രാഘവ, വിത്ത് വാങ്ങി, കീടനാശിനി വാങ്ങി, ഇപ്പോഴിതാ വളവും വാങ്ങി. ഇതിനൊക്കെ പണം എവിടുന്നാ വരുന്നേ? ഗോപാല, ചെലവിനെ കുറിച്ച് എന്തിനാണോ വിഷമിക്കുന്നത്? എന്താന്നോ, എന്റെ പക്കലുണ്ടല്ലോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്. കാർഡോ? ഇതെന്തു വന്നാ? എന്താന്നോ, ഇത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാ. ഈ കാർഡ് കൊണ്ട് ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മുടെ നിലത്തിന് വേണ്ട സാധനങ്ങൾ. അതെയോ? എന്നാ എനിക്കൊരു കാർഡ് വാങ്ങിത്താ. അങ്ങനെയോ? അടുത്തുള്ള ബാങ്കിൽ ചെല്ല്, കാർഡ് വാങ്ങിക്ക്, ലാഭമേറെ നേടിക്കോ. അമ്മേ, ഞാൻ സ്കൂളിൽ പോവുക പഠിക്കാൻ. സ്കൂളിലോ? കല്യാണം കഴിച്ചു വരുമ്പോ പറഞ്ഞിരുന്നല്ലോ നീ പഠിപ്പുള്ളവളാണെന്ന്. എന്റെ അമ്മേ, ഫാം സ്കൂളിലേക്കാ പോകുന്നത്. കൃഷിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്റെ കൂടെ വന്നോളൂ അമ്മേ. ഫാം സ്കൂൾ ഇവിടെ പാടത്ത് വിളകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വളം, മേൽത്തരം വിത്ത്, പിന്നെ ആവശ്യാനുസരണം കീടനാശിനി. അതായത് കുറഞ്ഞ ചിലവിൽ അധിക ലാഭം. ആരോടാ വർത്താനം ഇങ്ങനെ കളിച്ചു ചിരിച്ച്? കിസാൻ കോൾ സെന്റർ വിദഗ്ധനോട് കൃഷിയെ കുറിച്ച് ഉപദേശം തേടുകയായിരുന്നു. രാവിലെ ശരി, ഉച്ച തിരിഞ്ഞുമോ?
കിസാൻ കോൾ സെന്റർ രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെ തുറന്നിരിക്കും. ഞായറാഴ്ചയും കൂടെയോ? അതേന്ന്, വർഷത്തെ 365 ദിവസവും ഉണ്ട്. അപ്പോഴീ ഫോൺ ബില്ലെല്ലാം ആര് കൊടുക്കും? കിസാൻ കോൾ സെന്ററിന്റെ സേവനം സൗജന്യമാണ്. ഞാൻ കരുതി വേറെന്തോ ചുറ്റിക്കളിയാണെന്ന്. കർഷകരെ, കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരം നേടാൻ ഇന്ത്യയൊട്ടുക്കും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. കുളമ്പ് രോഗ നിവാരണ യജ്ഞത്തിൽ പങ്കാളികളാവും. കുളമ്പ് രോഗ നിവാരണ യജ്ഞം 2014 ഓഗസ്റ്റ് 1 മുതൽ 27 വരെ. ശ്രദ്ധിക്കുക, പ്രതിരോധ കുത്തിവയ്പ് നിയമപ്രകാരം നിർബന്ധമാണ്.